റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വീട്ടിൽ തയ്യാറാക്കിയാലോ? ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനാവശ്യമായിട്ട് 3 കപ്പ് അരി എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇടുന്നുണ്ട്. കൂടെ ഉപ്പും എണ്ണയും ഒഴിക്കുന്നു. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ച് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരു 4 മുട്ട എടുത്ത് അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നു. പിന്നീട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നു. കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ഇടുന്നു. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇടുന്നു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകാനൊന്നും പാടില്ല. ഇതിലേക്ക് സോയാ സോസ് 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ കൂടെ 2 സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ചില്ലി സോസ് 2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുന്നു. ഇനി നമ്മൾ വേവിച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച റൈസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അരി വെന്ത ശേഷം ഫാനിന് കീഴിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക. അങ്ങനെ റൈസ് ഇട്ട് അതിന് മുകളിലായി കുരുമുളക് പൊടിയും വിതറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.